ചവറ വികാസിന്റെ 42ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വനിതാ സമ്മേളനം നടത്തി. വികാസ് വനിതാവേദിയും ഉദ്ഘാടനം ചെയ്തു. ചവറ വികാസ് കലാസാംസ്കാരിക സമിതി ലൈബ്രറിയുടെ 42ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വനിതാവേദി സമ്മേളനം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് വനിതാവേദിയുടെ ഉദ്ഘാടനവും നടത്തി. പിന്നണി ഗായികയും അധ്യാപികയുമായ ആലീസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. എത്ര കഴിവുകൾ നിറഞ്ഞു കൊടുത്തിട്ടാണെന്ന് ആലോചിച്ചു നോക്കൂ. പരമശിവന്റെ പദത്തോളം എത്തിപ്പെട്ടിട്ടുള്ള ഒരു ഈശ്വര സങ്കല്പമാണ് നമുക്കുള്ളതല്ലേ. പരമശിവന്റെ പാതിയായവൾ പാർവതി ദേവി അല്ലെ, അർദ്ധനാരീശ്വര സങ്കല്പം അതല്ലേ. പുരുഷനോളം ഇരിക്കുവാൻ അല്ലെങ്കിൽ പുരുഷനേക്കാളുപരി കഴിവും സൗന്ദര്യവും എല്ലാം ഉള്ളത് സ്ത്രീക്കാണ്. ഈ കൃഷിക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഈ ജാതിത്തൈ നടും അല്ലേ. ജാതിത്തൈ നടുന്ന കൃഷിക്കാരോട് ചോദിച്ചാൽ അവർ പറയും ജാതിത്തൈ നടുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും ചേർത്ത് വേണം നടാൻ അല്ലേ. രണ്ടും കൂടി ചേർത്ത് വെച്ച് നട്ടാൽ മാത്രമേ പരപരാഗണം നടക്കുകയുള്ളൂ, അത് കായ്ക്കുകയുള്ളൂ. അത് കിളിർത്ത് വരുമ്പോൾ ആ സ്ത്രീ എന്ന സസ്യം ആ പുരുഷന്റെ മേലിൽ ഒരു തണലായിട്ട് നിൽക്കും. ആ പുരുഷൻ അത് വളർന്നു കഴിയുമ്പോഴാണ് അത് രണ്ടുപേരും നേരെ വളർന്നു പോകുന്നതെന്ന് കർഷകർ പറയും. വനിതാവേദി പ്രസിഡന്റ് സുമാദേവിയമ്മ അധ്യക്ഷത വഹിച്ചു. സുനിത കെ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് സ്മിത എ ഭദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സൈക്കോളജിസ്റ്റ് ഡോക്ടർ ദേവിരാജ്, കാലടി സംസ്കൃത സർവകലാശാല ഗവേഷക ലക്ഷ്മി ശിവൻ, അനിത ഹരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.